എബ്രഹാം മാസ്ലോ എന്ന ഒരു റഷ്യൻ മനഃശാസ്ത്രജ്ഞനാണ് നീഡ് ഹൈറാർക്കി തിയറിയുടെ ആവിഷ്കാരം നടത്തിയത്. അദ്ദേഹം പറയുന്നത് അനുസരിച്ച് മനുഷ്യന്റെ ആവശ്യങ്ങൾ ഒന്ന് കഴിഞ്ഞ് ഒന്ന് രീതിയിൽ വന്നുകൊണ്ടിരിക്കും. അത് ഒരു തട്ടുതട്ടായിട്ടുള്ള ഒരു ശ്രേണി ആണ്, ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടുള്ള ഹൈറാർക്കിക്കൽ മോഡലിലാണ് ഹ്യൂമൻ നീഡ്സ് വരിക എന്നുള്ളതാണ് എബ്രഹാം മാസ്ലോയുടെ വിഷൻ, കാഴ്ചപ്പാട്, അദ്ദേഹത്തിന്റെ വ്യൂ പോയിന്റ്. എന്തുമാവട്ടെ, അദ്ദേഹം പറയുന്നു ഹ്യൂമൻ നീഡ്സ് ആദ്യം ഭൗതിക ശരീരത്തിൻ്റെതായിട്ടുള്ള ആവശ്യങ്ങൾ, ശരീരത്തിൻ്റെതായിട്ടുള്ള സുഖ സൗകര്യങ്ങൾ, ഇതൊക്കെയാണ് ആഗ്രഹിക്കുന്നത് എന്ന് പറയുന്നു. ഭക്ഷണം, വസ്ത്രം, പാർപ്പിടം, ജലം, വിശ്രമം, ഇങ്ങനെയുള്ള നൂറുകണക്കിന് കാര്യങ്ങളാണ് അവൻ്റെ തലച്ചോറിൽ ആദ്യം വരിക. അതെല്ലാം സാറ്റിസ്ഫൈ ചെയ്യപ്പെട്ട് കഴിയുമ്പോഴാണ് അവന് അടുത്ത ഘട്ടത്തിലെ ആവശ്യങ്ങൾ വരിക എന്ന് പറയും. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ സ്പിരിച്വൽ ആയിട്ടുള്ള സൈക്കോളജിക്കൽ ആയിട്ടുള്ള നീഡ്സ് മുതൽ മെറ്റീരിയൽ ആയിട്ടുള്ള ആവശ്യങ്ങൾ വരെ, ഭൗതികമായ ആവശ്യങ്ങൾ വരെ അവന് വേണ്ടി വരും എന്നുള്ളതാണ് ചുരുക്കി പറയുന്നത്. എന്തായാലും ആദ്യത്തേത് ശരീരത്തിന്റെ ആവശ്യങ്ങളാണ്, ഫിസിയോളജിക്കൽ നീഡ്സ് എന്നാണ് പറയുന്നത്. ഭക്ഷണം, വെള്ളം, വീട്, വാംത്ത്, റെസ്റ്റ്, വിശ്രമം, ഇതൊക്കെ. അത് കഴിഞ്ഞാൽ സുരക്ഷിതത്വ ആവശ്യങ്ങളാണ്, സേഫ്റ്റി നീഡ്സ്, സെക്യൂരിറ്റിയും പ്രൊട്ടക്ഷനുമാണ്. ഈ സേഫ്റ്റി നീഡ്സ് സാറ്റിസ്ഫൈ ചെയ്താൽ അവിടെ തീരുന്നോ? ഇല്ല. അത് കഴിഞ്ഞാൽ അടുത്ത ആവശ്യം വരികയായി, സ്നേഹം വേണം തനിക്ക്, തനിക്ക് സ്നേഹിക്കാനും തന്നെ സ്നേഹിക്കാനും ആളുകൾ വേണം, സുഹൃത്തുക്കൾ വേണം എന്നൊക്കെയുള്ള ചിന്താഗതി. അത് കഴിഞ്ഞാലോ അവന് എസ്റ്റീം നീഡ്സ് ആണ്, റെസ്പെക്റ്റ്, അഭിമാനം, അങ്ങനെയുള്ള കാര്യങ്ങൾ. അതും തൃപ്തിപ്പെട്ടാൽ അന്തസ്സ്, മറ്റുള്ളവരുടെ മുമ്പിൽ വില കൽപ്പിക്കപ്പെടണം എന്ന് പറഞ്ഞാൽ സെൽഫ് ആക്ച്വലൈസേഷൻ നീഡ്സ് ആണ്. അതായത് തൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ മോഹങ്ങൾ നേടുക എന്നുള്ളതാണ്. ഈ പിരമിഡ് സ്ട്രക്ചർ വരച്ചുകൊണ്ട് വേണം നമ്മൾ ഇത് എക്സ്പ്ലെയിൻ ചെയ്യാൻ എബ്രഹാം മാസ്ലോ എന്ന റഷ്യൻ സൈക്കോളജിസ്റ്റിന്റെ നീഡ് ഹൈറാർക്കി തിയറി.